അപ്പൊ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. വലിയ പാടൊന്നും ഇല്ലാത്തൊരു പാഠമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ലക്കിനൊരു ക്വസ്റ്റ്യൻ കിട്ടി എന്ന് വിചാരിച്ച് എഴുതാൻ പറ്റുന്ന, അറിയാമെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒരു പാഠമാണ്. വലിയ തെറ്റുകളൊന്നും വരാനില്ലാത്ത പാഠം. ഓക്കെ, അപ്പോ കറക്റ്റ് ദ അക്കൗണ്ട് ഫോളോവിങ് എറേഴ്സ് അൺഎർത്തഡ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ കണ്ടുപിടിച്ച എറേഴ്സിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അപ്പൊ സസ്പെൻസ് അക്കൗണ്ട് ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. സസ്പെൻസ് അക്കൗണ്ട് ആവശ്യമില്ല. അപ്പൊ നമുക്കറിയാം സസ്പെൻസ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റൻ ഒന്ന് വായിക്കാം. A welding machine purchased for 5,600 from Oxygen Co Limited has been entered in purchase day book. ഒന്നാമത്തെ എറർ. രണ്ടാമത്തേത് ടോട്ടൽ ഓഫ് റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക്. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? റിട്ടേൺ ഔട്ട്വേർഡ്, വാട്ട് ഈസ് റിട്ടേൺ ഔട്ട്വേർഡ്? എന്താണ് റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ? പർച്ചേസ് റിട്ടേൺ. റിട്ടേൺ ഔട്ട്വേർഡ്, പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ. അതായത് നമ്മൾ വാങ്ങിയ സാധനമാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. പർച്ചേസ് റിട്ടേൺ ഈസ് 100 rupees short. നൗ റിട്ടേൺ ഔട്ട്വേർഡ് ഈസ് 10,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എ സെയിൽ ഓഫ് rupees 175 to Mrs. Gupta and Mukherjee has been entered in the sales book as 157. ഓക്കെ, 175 എഴുതുന്നതിന് പകരം സെയിൽസ് ബുക്കിൽ, അതായത് സബ്സിഡിയറി ബുക്കിൽ, സെയിൽസ് അക്കൗണ്ടിലല്ല, സെയിൽസ് ബുക്കിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, സെയിൽസ് ബുക്കിലാണ്. സബ്സിഡിയറി ബുക്കിൽ 157 എഴുതി വെച്ചു. അപ്പൊ സബ്സിഡിയറി ബുക്കിൽ എന്തെങ്കിലും മാറ്റി എഴുതിയെങ്കിൽ അത് മൊത്തം തെറ്റിപ്പോവും. ഓക്കെ, അടുത്തത് എ പർച്ചേസ് ഓഫ് rupees 215 ഫ്രം Mrs. Guha and Roy had been posted to the debit of their account. അവരുടെ അക്കൗണ്ടിൽ മാറ്റി പോസ്റ്റ് ചെയ്തു. ഓക്കെ, അവരുടെ അക്കൗണ്ടിൽ മാറ്റി പോസ്റ്റ് ചെയ്തു. അടുത്തത് ഡിസ്കൗണ്ട് അലൗഡ് ടു മജേൽ rupees 15 had not been entered in the cash book, but the full amount including discount has been credited to Majhel account. ഡിസ്കൗണ്ട് എഴുതിയില്ല, പക്ഷെ മജ്ഹേലിന്റെ അക്കൗണ്ടിൽ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തു. ടോട്ടൽ എമൗണ്ട് മജ്ഹേലിന്റെ കിട്ടാനുള്ളത് എത്രയായിരുന്നു? 230 അടുത്തത് ലൈസൻസ് ഫീ ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ഗൺ 30 രൂപ ഡെബിറ്റഡ് ടു ജനറൽ എക്സ്പെൻസ്. അത് എന്തായിരുന്നു? പ്രൊപ്പറേറ്ററുടെ തോക്കിന്റെ ലൈസൻസ് ഫീ എന്ന് പറയുന്നത് എന്താണ്? ഡ്രോയിങ്സ് ആണ്. അതിന് പകരം നമ്മളുടെ എക്സ്പെൻസിൽ എഴുതി, ഫേമിന്റെ എക്സ്പെൻസിൽ എഴുതാൻ പാടില്ല. അടുത്തത് എ സെയിൽ ഓഫ് rupees 200 ഫോർ ഓൾഡ് ഫർണിച്ചർ ഹാസ് ബീൻ പാസ്ഡ് ത്രൂ സെയിൽസ് ഡേ ബുക്ക്. ഓക്കെ, ഫർണിച്ചർ വിറ്റതിന്റെ പൈസ സെയിൽസ് ഡേ ബുക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ മൊത്തം തെറ്റിപ്പോയി. സെയിൽസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ് എന്ന് എഴുതി വെച്ചു. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യണം. എങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് റോങ് എൻട്രി എഴുതാനുള്ള ഒരു സ്പേസ് ആണ്. അടുത്തത് കറക്റ്റ് എൻട്രി എഴുതാനുള്ള ഒരു സ്പേസ് ആണ്. അടുത്തത് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതാനുള്ള ഒരു സ്പേസ് ആണ്. റോങ് എൻട്രിയും കറക്റ്റ് എൻട്രിയും വളരെ ചെറുതാക്കി എഴുതിയാൽ മതി. റെക്ടിഫിക്കേഷൻ എൻട്രിക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ വരച്ചു വരുമ്പോൾ റോങ് എൻട്രിയും കറക്റ്റ് എൻട്രിയും നിങ്ങൾ ഭയങ്കര വലുതാക്കി എഴുതും. ലാസ്റ്റ് റെക്ടിഫിക്കേഷൻ എൻട്രി ലൈൻ ബസ്സിൽ എസ്റ്റ് കൊടുത്ത് കയറും പോലെ ഇരിക്കും. ഒരു മൂലക്കെ ഇങ്ങനെ വളച്ച് എഴുതി വെക്കും. പക്ഷെ അങ്ങനെ എഴുതാൻ പാടില്ല. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് എൻട്രിക്കാണ്? റെക്ടിഫിക്കേഷൻ എൻട്രിക്കാണ്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കറക്റ്റ് പൊസിഷനിൽ രീതിയിൽ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങുവാണ് നമ്മൾ. എ വെൽഡിംഗ് മെഷീൻ പർച്ചേസ്ഡ് ഫോർ 5,600 ഓക്സിജൻ ലിമിറ്റഡ് ആൻഡ് ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ പർച്ചേസ് ഡേ ബുക്ക്. വെൽഡിംഗ് മെഷീൻ ഓക്സിജൻ ലിമിറ്റഡിൽ നിന്ന് വാങ്ങി. എന്തായിരുന്നു കറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നുവെങ്കിൽ എന്തായിരുന്നു എൻട്രി വരേണ്ടത്? വെൽഡിംഗ് മെഷീൻ എന്ന് പറയുന്നത് അസറ്റ് ആണ് അല്ലെ? വെൽഡിംഗ് മെഷീൻ അക്കൗണ്ട് ഡെപ്റ്റർ 5,600 ടു ഓക്സിജൻ 5,600. ഓക്കെ ആണോ? അതിന് പകരം നമ്മളുടെ മണ്ടൻ അക്കൗണ്ടിന്റെ എന്താ എഴുതി വെച്ചേ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു
ഓക്സിജൻ, ടു ഓക്സിജൻ 5600 5600 എന്ന് എഴുതി വെച്ചു. ഓക്കെ ആണോ? ഓക്കെ ആണോ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണ്. എല്ലാവരും ഓക്കെ ആണോ? ഗോയലെ, വിഷ്ണു, സുൽത്താൻ ഓക്കെ ആണോ? സഫ ഓക്കെ ആണ്. എനിക്ക് ഓക്കെ. അപ്പോ നമുക്ക് നോക്കാം, നമ്മൾ പഠിച്ചത് വെച്ച് എങ്ങനെ നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത് നോക്കാം. നമ്മൾ നോക്കാൻ പോവാണ്. രണ്ടിടത്തും കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആളുകൾ ആരാണ്? കറക്റ്റ് എൻട്രിയുടെ ഒപ്പം റോങ് എൻട്രിയിലും കിടക്കുന്ന ആൾ ആരാണ്? ഓക്സിജൻ ലിമിറ്റഡ് ആണല്ലേ. അയാൾ അനക്കണ്ട, അയാൾ കിടക്കണോർത്ത് കിടന്നോട്ടെ. ഓക്കെ. ഇനി റോങ് എൻട്രിയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന അല്ലെങ്കിൽ തെറ്റായിട്ട് വന്നിരിക്കുന്നത് ആരാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. വിളിക്കാത്ത കല്യാണത്തിന് ചെന്നിരിക്കുന്ന മഹാൻ ആരാണ്? പർച്ചേസ് അക്കൗണ്ട് ആണ് അല്ലെ. അപ്പൊ അവനെ എടുത്ത് പള്ളേ കളയണം, അവനെ എടുത്ത് മാറ്റിക്കളയാണ്. അവന് ഡെബിറ്റ് ബാലൻസ് ആണ്, അവനെ കളയണം. എന്ത് ചെയ്യണം? അവനെ ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് എത്രയാണ്? 5600 പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി കറക്റ്റ് എൻട്രിയിൽ വിളിച്ചിട്ടും വരാത്ത ആളാരാണ്? വെൽഡിംഗ് മെഷീൻ ആണ് അല്ലെ. അയാൾ ആഡ് ചെയ്യണം. അയാൾ ഡെബിറ്റ് ബാലൻസ് ആണ്, അയാൾ ഡെബിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ അയാൾ ഡെബിറ്റ് ചെയ്യണം. വെൽഡിംഗ് മെഷീൻ അക്കൗണ്ട് ഡെപ്റ്റർ 5600. ആർ യു ഓക്കെ? ഓക്കെ ആണോ? ഫസ്റ്റ് എൻട്രി പറഞ്ഞത് ഓക്കെ ആണോ? എഴുതുന്നുണ്ടോ നിങ്ങൾ? എഴുതുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം. The total of purchase return book is ₹100 short. പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഇപ്പോഴത്തെ പൈസ എത്രയുണ്ട്? 10,000 ഉണ്ട്. അപ്പൊ എത്ര വണ്ണം എന്നാ പറഞ്ഞത്? 10,100 വണ്ണം. വാട്ട് ഈസ് പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ബാലൻസ് എന്താണ്? ഡെബിറ്റ് ആയിരിക്കോ ക്രെഡിറ്റ് ആയിരിക്കും? പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ബാലൻസ് എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കോ ക്രെഡിറ്റ് ആയിരിക്കും? പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ഏത് സൈഡ് ആയിരിക്കും കൂടുതൽ? ക്രെഡിറ്റ് ആണ്. പർച്ചേസിന് ഡെബിറ്റ് ആണ്. അപ്പൊ പർച്ചേസ് റിട്ടേൺ ബുക്കിന് എന്താണ്? ഡെബിറ്റ്. പർച്ചേസ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോ 100 രൂപ കുറവാണ് ക്രെഡിറ്റിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്രെഡിറ്റിൽ എന്താണ്? 100 രൂപ കുറവാണ്. എറർ വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ എൻട്രി വല്ലതും ഉണ്ടോ? റോങ് എൻട്രി എന്തെങ്കിലും ഉണ്ടോ? റോങ് എൻട്രി ഒന്നും ഉണ്ടാവില്ല. എന്തോ എവിടെയോ കൂട്ടിയപ്പോഴോ എന്തോ മറ്റോ മിസ്റ്റേക്ക് വന്നതാണ് അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റിൽ ഒരു 100 രൂപ കൂടിയാൽ മതിയല്ലോ. ടു പർച്ചേസ് റിട്ടേൺ എന്ന് വന്നാൽ മതിയല്ലോ. ടു പർച്ചേസ് റിട്ടേൺ എന്ന് വന്നാൽ പോരെ. സസ്പെൻസ് അക്കൗണ്ടിന് ഒന്നും ആവശ്യമില്ല, കാരണം ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ് അല്ലെ. അപ്പൊ കറക്റ്റ് എൻട്രി എന്ത് വന്നാൽ മതി? ടു പർച്ചേസ് റിട്ടേൺ 100 രൂപ ക്രെഡിറ്റിൽ ചെയ്യാൽ മതി. ഓക്കെ. അപ്പോ റോങ് എൻട്രി ഇല്ല, കറക്റ്റ് എൻട്രിയിൽ ഒരു 100 രൂപ വന്നാൽ മതി. അപ്പോ എന്ത് ചെയ്താൽ മതി? റെക്ടിഫിക്കേഷൻ എൻട്രിയിലും കറക്റ്റ് എൻട്രി തന്നെ എഴുതിയാൽ മതി. റെക്ടിഫിക്കേഷനിലും എന്ത് തന്നെ എഴുതിയാൽ മതി? കറക്റ്റ് എൻട്രി തന്നെ എഴുതിയാൽ മതി. ടു പർച്ചേസ് റിട്ടേൺ 100. ടു പർച്ചേസ് റിട്ടേൺ 100. ഓക്കെ ആണോ? ഡെബിറ്റ് സൈഡോ? ഡെബിറ്റ് സൈഡിൽ ഒന്നും വേണ്ട. ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ്. ഡെബിറ്റ് സൈഡിൽ ഒന്നും എഴുതണ്ട. സിംഗിൾ സൈഡ് എറർ എന്ന് പറയാ. ഏതാ? സിംഗിൾ സൈഡ് എറർ എന്ന് പറയാ. സിംഗിൾ സൈഡ് എറർ ആണ് ഇത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമായിരുന്നുവെങ്കിൽ എന്ത് വന്നേനെ? സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് വരുമായിരുന്നു. ഡെപ്റ്റർ 100. ടു പർച്ചേസ് റിട്ടേൺ എന്ന് വരുമായിരുന്നു. ഓക്കെ. ട്രയൽ പ്രിപ്പയർ ചെയ്തതിന് മുന്നേ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്? ടു പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. ക്രെഡിറ്റിലല്ലേ കുറവുള്ളത്, അപ്പൊ ക്രെഡിറ്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ ആണോ? സഫയല്ലേ ചോദിച്ചത്? സഫയാണോ ഫാത്തിമയാണോ ചോദിച്ചത്? ഓക്കെ ആണ്. നിങ്ങൾ ഓക്കെ ആണോ? ബാക്കിയുള്ളവര് ഓക്കെ ആണ്. അടുത്തത് മൂന്നാമത്തത് നമുക്ക് നോക്കാം. 175 രൂപയ്ക്ക് സെയിൽ നടന്നു. സെയിൽസ് ബുക്കിൽ, അതായത് സബ്സിഡിയറി ബുക്കിൽ 157 എന്ന് എഴുതി വെച്ചു. സെയിൽസ് അക്കൗണ്ടിലല്ല,
വീണ്ടും ആവർത്തിച്ച് പറയാണ്, സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മാറിപ്പോവും. സബ്സിഡിയറി ബുക്കിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം മാറിപ്പോവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് സെയിൽസ് ബുക്കിൽ എന്ത് എഴുതി വെച്ചു? 157 എഴുതി വെച്ചു. കറക്റ്റ് എന്തായിരുന്നു വരേണ്ടത്? കറക്റ്റ് എൻട്രി എന്തായിരുന്നു വരേണ്ടത്? ഗുപ്ത അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അല്ലെ? ഗുപ്ത അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഗുപ്ത അക്കൗണ്ട് ഡെപ്റ്റർ 175 ടു സെയിൽസ് 175 എന്നായിരുന്നു വരേണ്ടത്. ഓക്കെ അല്ലേ? റോങ് എൻട്രി ഒന്നും തെറ്റിച്ചിട്ടില്ല. ഗുപ്ത അക്കൗണ്ട് ഡെപ്റ്റർ 157 ടു സെയിൽസ് 157. ഓക്കെ ആണോ? ഇങ്ങനെയായിരുന്നു എന്ത് ചെയ്യേണ്ടത്? എൻട്രി എഴുതേണ്ടത്. ഈ എൻട്രി ആയിരുന്നു എഴുതേണ്ടത്. 175 ആയിരുന്നു എമൗണ്ട്, 157 ഉള്ളൂ. എന്ത് പറ്റി? എത്ര രൂപയുടെ ഡിഫറൻസ് വന്നു എൻട്രിയിൽ? 18 രൂപയുടെ ഡിഫറൻസ് വന്നു അല്ലെ? 157 നിന്ന് 175 സെയിൽ പോകണം. ഓക്കെ, അപ്പോ സെയിലിൽ ഒരു 18 രൂപ കൂടി ആഡ് ചെയ്യണം. ഗുപ്ത അക്കൗണ്ടിൽ ഒരു 18 രൂപ കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഗുപ്ത അക്കൗണ്ട് ഡെപ്റ്റർ. 18 രൂപ കൂടി കയറിയാൽ മതിയല്ലോ ഗുപ്ത അക്കൗണ്ടില്. ഇനി സെയിൽസ് അക്കൗണ്ടിൽ എത്ര കൂടി കയറിയാൽ മതി? 18 രൂപ കൂടി കയറിയാൽ മതി. ടു സെയിൽസ്, ഗുപ്ത അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഓക്കെ ആണോ? ഓക്കെ. വിഷ്ണു, ജോയലെ ഓക്കെ ആണ്. അടുത്തത് എ പർച്ചേസ് ഓഫ് റുപ്പീസ് 215 ഫ്രം ഗുഹ ഹാവ് ബീൻ പോസ്റ്റഡ് ടു ഡെബിറ്റ് ഓഫ് ദെയർ അക്കൗണ്ട്. ഗുഹയുടെ അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ എഴുതി വെച്ചു. ഓക്കെ, ഇങ്ങനെ പറയുന്ന കേസുകളിൽ എന്ത് എഴുതിയാൽ മതി? പർച്ചേസ് അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് തന്നെയാണ് എൻട്രി ചെയ്തിരിക്കുന്നത് എന്നുള്ള അസംഷനിൽ മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോ ഇവിടെ എന്തായിരുന്നു എൻട്രി വരേണ്ടത്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 215 ടു ഗുഹ 215 ആയിരുന്നു വരേണ്ടത്. അതിന് പകരം ഗുഹേനെ അയാൾ എന്ത് ചെയ്തു വെച്ചു? ഡെബിറ്റ് ചെയ്തു വെച്ചു. 215. പർച്ചേസ് അക്കൗണ്ടിനെ അയാൾ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതി എന്നുള്ള അസംഷനിൽ തന്നെ നമ്മൾ പോകണം. പർച്ചേസ് അക്കൗണ്ടിനെ അയാൾ എന്ത് ചെയ്തു വെച്ചു? കറക്റ്റ് ആയിട്ട് തന്നെ എഴുതി, ഡെബിറ്റ് ചെയ്തു. അപ്പോ ഗുഹേനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതിന് വരെ അയാൾ ഡെബിറ്റ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് അയാൾ കറക്റ്റ് ആയിട്ട് എഴുതി. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? സോ ഇതിനെ എങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യും? നമുക്ക് നോക്കാം. കറക്റ്റ് എൻട്രിയിലും റോങ് എൻട്രിയിലും കറക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാർട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. പർച്ചേസ് അക്കൗണ്ട് കറക്റ്റ് എൻട്രിയിൽ ഡെബിറ്റ് ആണ്. റോങ് എൻട്രിയിലും പർച്ചേസ് അക്കൗണ്ട് എന്താണ്? ഡെബിറ്റ് ആണ് അല്ലേ? അപ്പോ അത് മാത്രമല്ല എന്ത് ചെയ്യണം? ഇവിടെ നുഴഞ്ഞു കയറി ഡെബിറ്റിൽ ആര് കിടക്കാണ്? ഗുഹ കിടക്കാണ്. ഗുഹേനെ ഡെബിറ്റിൽ നിന്ന് നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഗുഹേനെ ഡെബിറ്റിൽ നിന്ന് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുഹേനെ 215 വെച്ച് ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ 0 ആയി പോകും ഗുഹ. ഇനി ഗുഹേനെ എവിടെ ആഡ് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം? ക്രെഡിറ്റിൽ ആഡ് ചെയ്യണം 215. അപ്പൊ ക്രെഡിറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ക്രെഡിറ്റ് ചെയ്യണം 215 കൂടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പർച്ചേസ് അവിടെ കിടന്നോട്ടെ. ഗുഹേനെ നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്യണം. ടു ഗുഹ 215. അപ്പൊ ഗുഹ എന്തായി? 0 ആയി. ഡെബിറ്റിൽ കിടന്ന ഗുഹേനെ ക്രെഡിറ്റിൽ 215 വന്നപ്പോ ഗുഹ 0 ആയി. ഇനി ഗുഹേനെ ക്രെഡിറ്റിൽ കൊണ്ടുവരണം 215. ക്രെഡിറ്റിൽ ആഡ് ചെയ്യണം. അപ്പൊ ഗുഹ ടോട്ടൽ എത്ര വന്നു? 430 ക്രെഡിറ്റിൽ വരണം അല്ലെ? ഇതിനെ ഒറ്റ എൻട്രി ആക്കിയിട്ട് ടു ഗുഹ 430 എന്ന് എഴുതിയാൽ മതി. ടു ഗുഹ 430 എന്ന് എഴുതിയാൽ മതി. ആർ യു ഓക്കെ? ആണ്. എല്ലാവരും ഓക്കെ ആണോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. വളരെ സിമ്പിൾ പാഠങ്ങളാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്ന പാഠങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തത്. ഡിസ്കൗണ്ട് അലൗഡ് ടു മജ്ഹേൽ എന്ന് പറയുന്ന ആൾക്ക് ഡിസ്കൗണ്ട് കൊടുത്തു. 15 രൂപയാണ് കൊടുത്തത്. ഹാസ് നോട്ട് ബീൻ എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക്. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനകത്ത് എഴുതിയിട്ടില്ല. But the full amount including discount has been credited to Majhel's account.
ഓക്കെ, ടോട്ടൽ എമൗണ്ട് മജ്ഹയിലിന്റെ അക്കൗണ്ടിൽ വരേണ്ടത് എത്രയായിരുന്നു? 230 ആയിരുന്നു. അപ്പോ എന്താണ് കറക്റ്റ് എൻട്രി വരേണ്ടിയിരുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 215, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 15, ടു മജ്ഹയിൽ 230. മജ്ഹയിൽ 230 തരാനുണ്ടായിരുന്നു, 215 തന്നു, 15 രൂപ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു. ഓക്കെ ആണോ? ഇതിന് പകരം അവരെന്ത് എഴുതുന്നു വെച്ചാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 215 ടു മജ്ഹയിൽ 230 എന്ന് എഴുതി വെച്ചു. ഇടയിലുള്ള ഡിസ്കൗണ്ടിന് അവർ വിട്ടുപോയി. ഓക്കെ, ഇടയിലുള്ള ഡിസ്കൗണ്ടിന് അവർ വിട്ടുപോയി. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് കറക്റ്റ് എൻട്രിയും റോങ് എൻട്രിയും ആയിട്ട് കമ്പയർ ചെയ്യാം. കറക്റ്റ് എൻട്രിയിൽ ക്യാഷ് 215 ഡെബിറ്റ് ഉണ്ട്, റോങ് എൻട്രിയിലും അവനുണ്ട് അല്ലെ? അവൻ അവിടെ തന്നെ കിടന്നോട്ടെ, കറക്റ്റ് സ്ഥലത്താ കിടക്കണം, അവിടെ തന്നെ കിടന്നോട്ടെ. അടുത്തത് മജ്ഹയില് ക്രെഡിറ്റിൽ 230 ഉണ്ട്, കറക്റ്റ് എൻട്രിയിൽ, റോങ് എൻട്രിയിലും അവൻ അവിടെ തന്നെ കിടക്കേണ്ടോട് തന്നെ കിടക്കുന്നുണ്ട്, അവൻ അവിടെ കിടന്നോട്ടെ, അവൻ അനക്കണ്ട. ഇനി കറക്റ്റ് എൻട്രിയിൽ ഉള്ള സാധനം, ആഡ് ചെയ്യേണ്ട സാധനം എന്താണ്? ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ആണ്. അതിനങ്ങോട്ട് ആഡ് ചെയ്ത് വെച്ചേക്കാം, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ 15. ഓക്കെ, അതിന് മാത്രം ആഡ് ചെയ്താൽ മതി, വേറെ ഒരാളെയും തൊടേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അറിയോ? ഓക്കെ, ഓക്കെയാണ്. സുൽത്താന, സഫ, ഓക്കെ. അടുത്തത് ലൈസൻസ് ഫീ ഫോർ പ്രൊപ്പറേറ്റേഴ്സ് ഗൺ ₹30 ഹാഡ് ബീൻ ഡെബിറ്റഡ് ടു ജനറൽ എക്സ്പെൻസ് അക്കൗണ്ട്. ലൈസൻസ് ഫീ എന്ന് പറയുന്നത്, പ്രൊപ്പറേറ്ററുടെ തോക്കിന്റെ ലൈസൻസ് ഫീ എന്ന് പറയുന്നത് എന്താണ്? ഡ്രോയിങ്സ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ എഴുതേണ്ട എൻട്രി എന്തായിരുന്നു? കറക്റ്റ് എൻട്രി ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 30 ടു ക്യാഷ് 30. അയാള് പച്ചക്കറി വാങ്ങാനോ തോക്കിന്റെ ലൈസൻസ് ാനോ തോക്കിൽ ഉണ്ട മേടിക്കാനോ എന്തിനു വേണേലും അയാൾ പൈസ കൊണ്ടുപോയിക്കോട്ടെ, ഇറ്റ് ഈസ് ഹിസ് ഡ്രോയിങ്സ്, അത് നമ്മളുടെ എക്സ്പെൻസിൽ വരാൻ പാടില്ല. ഓക്കെ, ഇവിടെ മണ്ടൻ അക്കൗണ്ടന്റ് എന്ത് എഴുതി വെച്ചു? ജനറൽ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ 30 ടു ക്യാഷ് എന്ന് എഴുതി വെച്ചു 30. ഓക്കെ ആണോ? ഇനി എങ്ങനെ റെക്ടിഫൈ ചെയ്യും നമുക്ക് നോക്കാം. കറക്റ്റ് എൻട്രിയിൽ ടു ക്യാഷ് 30 ക്രെഡിറ്റ് ഉണ്ട്. ക്രെഡിറ്റിൽ ഇവിടെ 30 തന്നെ കിടക്കുന്നുണ്ട്, അവിടെ കിടന്നോട്ടെ, തൊടണ്ട അല്ലെ? ഇനി റോങ് എൻട്രിയിൽ എടുത്ത് മാറ്റിക്കളയേണ്ട സാധനമുണ്ട്, ജനറൽ എക്സ്പെൻസ് അക്കൗണ്ട്. അയാളെ നമ്മൾ എന്ത് ചെയ്തു? അയാൾ ഡെബിറ്റിലാണ് കിടക്കുന്നത്, അയാളെ മാറ്റിക്കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അയാളെ ക്രെഡിറ്റ് ചെയ്തു 30. ഓക്കെ, ഇനി കറക്റ്റ് എൻട്രിയിൽ ആഡ് ചെയ്യപ്പെടേണ്ട ഒരു സാധനമുണ്ട്, ഡെബിറ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ അയാളെ ഡെബിറ്റ് ചെയ്യണം. ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 30. ഓക്കെ ആണോ? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 30 ടു ജനറൽ എക്സ്പെൻസ് അക്കൗണ്ട് 30. ഓക്കെ ആയോ? ഓക്കെ ആണോ? യെസ്. അടുത്തത് എ സെയിൽ ഓഫ് 200 ഫോർ ഓൾഡ് ഫർണിച്ചർ ഹാസ് ബീൻ പാസ്ഡ് ത്രൂ സെയിൽസ് ഡേ ബുക്ക്. സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് സബ്സിഡിയറി ബുക്കാണ് അല്ലെ? സബ്സിഡിയറി ബുക്കിൽ എഴുതി വെച്ചു, മൊത്തം മാറിപ്പോയി. അപ്പോ എന്തായിരുന്നു എൻട്രി വരേണ്ടത്? ഫർണിച്ചർ വിറ്റ് ക്യാഷ് കിട്ടി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 200 ടു എന്താണ്? ക്യാഷ് വേണ്ട, ഒരു പാർട്ടി എന്താണ്? ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ 200 ടു ഫർണിച്ചർ ടു ഫർണിച്ചർ 200. എന്തുകൊണ്ടാണ് നമ്മൾ ഡെപ്റ്റർ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്കിന്റെ ഓക്കെ ആവുന്നതിന് വേണ്ടിയാണ്. സബ്സിഡിയറി ബുക്കിൽ സെയിൽസ് ഡേ ബുക്കിൽ നമ്മൾ എന്ത് മാത്രമേ എഴുതുള്ളൂ? ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ എഴുതുള്ളൂ. അപ്പൊ ഫർണിച്ചർ കൊടുത്തത് ക്രെഡിറ്റിനാണ് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഓക്കെ ആണല്ലോ? പറഞ്ഞത് മനസ്സിലായോ? സെയിൽസ് ഡേ ബുക്കിലാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഫാത്തിമ ഒന്നുകൂടെ പറയോ? നമ്മൾ സെയിൽസ് ഡേ ബുക്ക് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സെയിൽസ് ഡേ ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ എഴുതുള്ളൂ എന്നാ പറഞ്ഞത് അല്ലെ? അപ്പോ ഇവിടെ സെയിൽസ് ഡേ ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫർണിച്ചർ കൊടുത്തത് ക്രെഡിറ്റിനായിരിക്കണം, അപ്പൊ പൈസ കിട്ടിയിട്ടില്ല, കിട്ടാനുണ്ടാവണം. അതുകൊണ്ടാണ് ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് എഴുതിയത്? ക്യാഷ് വെട്ടിയിട്ട് ഡെപ്റ്റർ എന്ന് എഴുതിയത്. ഓക്കെ ആണോ?
ഓക്കെ. ഓക്കെ. ഇനി അയാൾ എന്ത് എഴുതി വെച്ചു ഇതിന് പകരം? ഡെപ്റ്റർ അക്കൗണ്ട് ഡെപ്റ്റർ 200 ടു സെയിൽസ് എന്ന് എഴുതി വെച്ചു. അയാൾ എന്ത് എഴുതി വെച്ചു? ടു സെയിൽസ് എന്ന് എഴുതി വെച്ചു. ഓക്കെ. ഇതിൽ ഏതെങ്കിലും എൻട്രി കറക്റ്റ് ഉണ്ടോ? എൻട്രിയുടെ കറക്റ്റ് പാർട്ട് ഡെബിറ്റിൽ ഡെപ്റ്റർ ആണ് 200. ഓക്കെ, അവിടെ തന്നെ കിടന്നോട്ടെ. കറക്റ്റ് എൻട്രിയിലും റോങ് എൻട്രിയിലും കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഡെപ്റ്റർ കിടക്കുന്നുണ്ട്, അയാൾ അവിടെ കിടന്നോട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റോങ് എൻട്രിയിലെ റോങ് പാർട്ട് സെയിൽസ് ആണ് അല്ലെ, അയാൾ ക്രെഡിറ്റ് ചെയ്തേക്ക്. അയാളെ കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ 200 ടു എന്ത് ചെയ്യണം? ഫർണിച്ചറിനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫർണിച്ചറിനെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവരാൻ വേണ്ടി ഫർണിച്ചറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു 200. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ നിങ്ങൾക്ക്? യെസ്. ക്വസ്റ്റ്യൻ എല്ലാവരും കൂടെ ചെയ്തോ അതോ സി പറയണോ? സി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി 175 ആയിരുന്നു സെയില് വരേണ്ടിയിരുന്നത്. 175 ആയിരുന്നു സെയില് വരേണ്ടിയിരുന്നത്. അതിന് പകരം അയാൾ എന്ത് എഴുതി? 157 എഴുതിയുള്ളൂ. എൻട്രി ഒക്കെ കറക്റ്റ് ആണ്, പക്ഷെ എമൗണ്ട് മാറിപ്പോയി അല്ലെ. 157 നിന്ന് 175 ഗുപ്ത എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുപ്തയെ ഇനിയും ഡെബിറ്റ് ചെയ്യണം 18. ഗുപ്തയെ ഇനിയും 18 ഡെബിറ്റ് ചെയ്തു. ഓക്കെ. സെയിൽസ് 175 എത്തണമെങ്കിൽ 157 ഉള്ളൂ. 18 കൂടി വീണ്ടും എന്ത് ചെയ്യണം? സെയിൽസിൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോ സെയിൽസ് 175 എത്തും. നോക്കിയേ, ഗുപ്ത കറക്റ്റ് വരേണ്ടത് 157 ഉണ്ട്, 18 കൂടി ഗുപ്ത ഡെബിറ്റിൽ വന്നു. അപ്പൊ 175 ആയി. ഓക്കെ ആയി, കറക്റ്റ് എൻട്രിയിലേക്ക് എത്തി. അടുത്തത് സെയില് 157 ഉള്ളൂ, 18 കൂടി വന്നു. അപ്പോ സെയിലും 175 എത്തി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗണേഷ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. Ganesh drew a trial balance of his operation for the year ended 31st March 2021. There was a difference in the trial balance which he closed with a suspense account. On a scrutiny by the auditors, the following errors were found. Okay. ഇത്രയും എറേഴ്സ് കണ്ടുപിടിച്ചു ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ് കേട്ടോ. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ. അതിനകത്തും എന്തുണ്ട്? റോങ് എൻട്രി ഉണ്ട്, കറക്റ്റ് എൻട്രി ഉണ്ട്, റെക്ടിഫിക്കേഷൻ എൻട്രി ഉണ്ട് കേട്ടോ. അപ്പോ നമ്മൾ അത് ചെയ്യാൻ പോവാണ്. പർച്ചേസ് ഡേ ബുക്ക് ഫോർ ദ മന്ത് ഏപ്രിൽ വാസ് അണ്ടർ കാസ്റ്റ് ബൈ 1000. ഓക്കെ. പർച്ചേസ് ഡേ ബുക്കിൽ എന്ത് ബാലൻസ് ആയിരിക്കും? പർച്ചേസ് ഡേ ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ്. ഏതാ? ഡെബിറ്റ് ബാലൻസ് അല്ലേ? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോ ഡെബിറ്റ് ബാലൻസിൽ അണ്ടർ കാസ്റ്റ് ചെയ്യപ്പെട്ടു 1000 രൂപ കുറവ് കാണിച്ചു. റോങ് എൻട്രി ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് എൻട്രി എന്ത് വന്നം? ഡെബിറ്റിൽ 1000 രൂപ വന്നം അല്ലെ? ഡെബിറ്റിൽ 1000 രൂപ വന്നം അല്ലെ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 1000 രൂപ ഡെബിറ്റിൽ വരണം. ഡെബിറ്റിൽ കുറവാണ്, 1000 രൂപ വരണം അല്ലെ? 1000 രൂപ ഡെബിറ്റിൽ വരണം. ഓക്കെ ആണല്ലോ? ഇനി കറക്റ്റ് എൻട്രി എഴുതുമ്പോൾ ഡെബിറ്റിൽ നമ്മൾ 1000 രൂപ ചേർത്തു. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 1000 രൂപ നമ്മൾ ചേർത്തു അല്ലെ? പർച്ചേസ് തന്നെ നിൽക്കുകയാണ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്ടിഫൈ ചെയ്യുന്നത്. പർച്ചേസ് തന്നെ നിൽക്കുകയാണ് അല്ലെ? പർച്ചേസിന് ഒരിക്കലും തന്നെ നിർത്തരുത്. തന്നെ നിൽക്കുന്ന പർച്ചേസിന് കൂട്ടായി ആരെ കൂടി നമ്മൾ ചേർത്ത് വെക്കണം? സസ്പെൻസ് അക്കൗണ്ടിനെ കൂടി ചേർത്ത് വെക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആരുമില്ലാത്തവർക്ക് കൂട്ടായിട്ട് ആരുണ്ടാവും? സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോ അത് കഴിഞ്ഞു. രണ്ടാമത്തത് സെയിൽസ് ഡേ ബുക്ക് ഓഫ് ഒക്ടോബർ വാസ് ഓവർകാസ്റ്റ് ബൈ 10,000. അവിടെ അണ്ടർകാസ്റ്റ് ആയിരുന്നു, ഇവിടെ എന്ത് പറ്റി? ഓവർകാസ്റ്റ് ആയി. സെയിൽസ് ഡേ ബുക്ക് എന്ത് ബാലൻസ് ആയിരിക്കും? സെയിൽസ് ഡേ ബുക്കിന് എന്ത് ബാലൻസ് ആയിരിക്കും? സെയിൽസ് ഡേ ബുക്കിന് പർച്ചേസിന് ഡെബിറ്റ് ആണെങ്കിൽ സെയിൽസ് ഡേ ബുക്കിന് എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസിൽ 1000 രൂപ കൂടുതലാണ്. 1000 രൂപ കൂടുതലാണ്. അത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റ് എൻട്രിയും റോങ് എൻട്രിയും എഴുതാനില്ല. ഓക്കെ, അതിനെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റോങ് എൻട്രി വേണമെങ്കിൽ അല്ല, കറക്റ്റ് എൻട്രി നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം? സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ. സെയിൽസ് അക്കൗണ്ടിന് 10,000 രൂപയ്ക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്താൽ മതി അല്ലെ? ക്രെഡിറ്റിൽ കൂടുതലാണ് 10,000 എങ്കിൽ ഒരു 10,000 ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഓക്കെ ആവും ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റെക്ടിഫിക്കേഷൻ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ടു കൂടെ ആരുമില്ല, പകരം ആരുമില്ലാത്ത കൂട്ടിന് ആരുണ്ട്? സസ്പെൻസ് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണ്. അടുത്തത് എ ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ 8,100 വാസ് എൻറ്റേർഡ് ഇൻ ഫർണിച്ചർ അക്കൗണ്ട് ആസ് 810. ഓക്കെ, ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ലെഡ്ജർ ആണ് കേട്ടോ. അപ്പോ ഒരു ലെഡ്ജറിൽ മാറിപ്പോയി എന്നുള്ള കൺസെപ്റ്റിൽ മാത്രമേ എഴുതാവുള്ളൂ. ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. എന്തായിരുന്നു എൻട്രി വരേണ്ടത്? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 8,100 ടു ക്യാഷ് 8,100. ഇതായിരുന്നു എൻട്രി വരേണ്ടത്. ഓക്കെ, ഇതായിരുന്നു എൻട്രി വരേണ്ടത്. അറിയോ? ഓക്കെ, ഓക്കെ അല്ലേ? ഇതിന് പകരം എന്ത് എഴുതി അയാൾ? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 810 എന്ന് എഴുതി. 810 എന്ന് എഴുതി. ടു ക്യാഷ്. ക്യാഷിൽ അയാൾ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തു. ഇതാണ് അസംഷൻ. ഓക്കെ, ലെഡ്ജറിൽ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ലെഡ്ജറിൽ മാത്രമേ മാറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്ത് പറ്റി? ക്യാഷ് കറക്റ്റ് സ്ഥലത്ത് കിടക്കേണ്ടോടത്ത് തന്നെ കിടക്കണേ, അവിടെ കിടന്നോട്ടെ അല്ലെ? ക്യാഷ് അവിടെ തന്നെ കിടന്നോട്ടെ, ഒരു പ്രശ്നമില്ല. ക്യാഷിനെ കൊണ്ട് ഒരു പ്രശ്നമില്ല. ഇനി എന്ത് ചെയ്യണം? ഫർണിച്ചറിനെ ഡെബിറ്റിൽ എത്ര കൊണ്ടുവരണം? 8,100 ആക്കണം. ഡെബിറ്റിൽ എത്രയേ ഉള്ളൂ? 810 ഉള്ളൂ. ഇനിയും വരാനുണ്ട് 8,100 അല്ലെ? 8,100 വരണമെങ്കിൽ ഡെബിറ്റിൽ ഇനി എത്ര കൂടി വരണം? 8,100 നിന്ന് 810 കുറച്ച് കഴിഞ്ഞാൽ എത്ര കൂടി വരണം? 810 ഓൾറെഡി ഉണ്ട്. ഇനി ബാലൻസ് ഉള്ളത് വന്നാൽ മതി. എത്ര കൂടി വരണം? 7,290 ആണോ? ഡെബിറ്റ് 7,290 വരണം. ഓക്കെ, അപ്പൊ ഫർണിച്ചർ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റിൽ 7,290 ആഡ് ചെയ്യാണ്. 7,290 നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ക്രെഡിറ്റിൽ ആരെങ്കിലും വരാനുണ്ടോ? ക്രെഡിറ്റിൽ ആരും വരാനില്ല അല്ലെ? ആരും ക്രെഡിറ്റിൽ ഇല്ലാത്ത ഫർണിച്ചർ അക്കൗണ്ടിന് ക്രെഡിറ്റിൽ കൂട്ടായിട്ട് ആര് വരും? സസ്പെൻസ് അക്കൗണ്ട് വരും. 7,290. അറിയോ? ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് എ ബിൽ ഫോർ 10,000 drawn by Ganesh was not entered in bills receivable book. ബിൽസ് റിസീവബിൾ ബുക്കിൽ എഴുതാനേ വിട്ടുപോയി. ഗണേഷിന്റെ പേരിൽ ബിൽസ് റിസീവബിൾ ഡ്രോൺ ചെയ്തത്. ഓക്കെ, റോങ് എൻട്രി ഒന്നും പറയാനില്ല അല്ലെ? റോങ് എൻട്രി ഒന്നും പറയാനില്ല, എഴുതാനേ വിട്ടുപോയി. അപ്പോ എന്ത് പറ്റി? റോങ് എൻട്രി ഇല്ല. റോങ് എൻട്രി ഇല്ല. ഇനി കറക്റ്റ് എൻട്രി എന്താണ്? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ടു ഗണേഷ്. ഗണേഷ് എന്ന് പറയുന്ന അസറ്റ് മാറി, തരാനുള്ള ഗണേഷ് മാറി. ഗണേഷ് എന്ത് തന്നു? ബില്ല് തന്നു. ബില്ല് തന്നു. ആ ബില്ല് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ബാങ്കിൽ നമുക്ക് അതിനെ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോ ഗണേഷ് എന്ന് പറയുന്ന ആൾക്ക് പകരം ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് വന്നു. ഇതായിരുന്നു എൻട്രി വന്നത് അല്ലെ? റോങ് എൻട്രി ഒന്നും ഇല്ലാത്തത് കൊണ്ട് കറക്റ്റ് എൻട്രി തന്നെയാണ് എന്ത്?
റെക്ടിഫിക്കേഷൻ എൻട്രി ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ടു ഗണേഷ് 10,000. അറിയോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് A machinery for rupees 10,000. A machinery for rupees 10,000 was entered in purchase day book. Purchase day bookil machinery എന്ത് ചെയ്തില്ല? പർച്ചേസ് ഡേ ബുക്കിൽ മെഷീനറി എൻ്റർ ചെയ്തു. അതായത് സബ്സിഡറി ബുക്കിൽ മൊത്തം തെറ്റിപ്പോയി. എന്തായിരുന്നു എൻട്രി വരേണ്ടത്? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ. എത്ര എമൗണ്ട്? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ഡെപ്റ്റർ 10,000 ടു ക്രെഡിറ്റർ 10,000 ടു ക്രെഡിറ്റർ 10,000. അറിയോ? ഓക്കെ. ഇതായിരുന്നു വരേണ്ടത്. അതിന് പകരം എന്ത് ചെയ്തു? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 10,000 ടു ക്രെഡിറ്റർ 10,000 എന്ന് എഴുതി വെച്ചു. ഓക്കെ. ഇവിടെ ക്യാഷിന് പകരം ക്രെഡിറ്റർ എഴുതിയത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം പർച്ചേസ് ഡേ ബുക്കിൽ എഴുതുന്നത് എന്താണ്? ക്രെഡിറ്റ് പർച്ചേസുകളാണ്. ഓക്കെ. അപ്പൊ ക്യാഷിന് പകരം നമ്മൾ ക്രെഡിറ്റർ എഴുതി. ഓക്കെ. രണ്ടിടത്തും ക്രെഡിറ്റർ അവിടെ കറക്റ്റ് സ്ഥലത്ത് തന്നെ കിടന്നോട്ടെ അല്ലെ? ഇവിടെ റോങ് എൻട്രിയിൽ റോങ് പാർട്ടായിട്ട് പർച്ചേസ് ഡെബിറ്റിൽ കിടക്കുന്നുണ്ട്. അതിന് എന്ത് ചെയ്യണം? നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ടു പർച്ചേസ് അക്കൗണ്ട് 10,000. കറക്റ്റ് എൻട്രിയിൽ ഇതിനകത്ത് ആഡാവാൻ വേണ്ടി ഡെബിറ്റ് സൈഡിൽ ആഡാവാൻ വേണ്ടി ഒരു മെഷീനറി കിടക്കുന്നുണ്ട്. അയാളെ ഡെബിറ്റ് സൈഡിൽ ആഡ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ. 10,000. ഓക്കെ അല്ലേ? അടുത്തത് തീർന്നു അല്ലേ? ഇനി pass necessary journal entries and ascertain the difference in the trial balance that was shown under the suspense account. അപ്പോ ഇത്രയും സാധനങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്? ആ എൻട്രിയിലും ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഇതിനകത്ത് ട്രയൽ ബാലൻസിൽ എത്ര സസ്പെൻസ് കിടക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്ത് വരയ്ക്കണം? സസ്പെൻസ് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ ആണല്ലോ? സസ്പെൻസ് അക്കൗണ്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം. ട്രയൽ ബാലൻസിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സസ്പെൻസ് അക്കൗണ്ട് എവിടെയൊക്കെയാ ഉള്ളത്? ഫസ്റ്റ് എൻട്രിയിൽ സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റിൽ കിടക്കുന്നുണ്ട് അല്ലെ? അപ്പോ ക്രെഡിറ്റ് സൈഡിൽ ഒരു 1000 വരണം. സസ്പെൻസ് അക്കൗണ്ട് 1000 വരണം. ബൈ പർച്ചേസ് 1000. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ്. ഓക്കെ. ടു സസ്പെൻസ് ക്രെഡിറ്റിൽ കിടക്കുന്നുണ്ട്. ബൈ സെയിൽസ് 10,000 ബൈ സെയിൽസ് 10,000 അടുത്തത് ക്രെഡിറ്റിൽ തന്നെ 7,290 സസ്പെൻസ്. ബൈ ഫർണിച്ചർ 7,290. ഇനി സസ്പെൻസ് ഒന്നുമില്ല. അപ്പൊ ഇത്രയാണ് സസ്പെൻസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നത്. നമുക്ക് നോക്കാം. 11,000 18,290. ഓക്കെ. ഇത്രയും തന്നെ ഇവിടെ വരണം. 18,290 ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ് കേട്ടോ. സസ്പെൻസ് അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതായത് 18,290 ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് സൈഡിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ചെയ്യാൻ കാരണം. ഓക്കെ. ഇത് ക്ലോസിംഗ് ബാലൻസ് അല്ല, ഒരു സസ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് കണ്ടത് കൊണ്ടാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ചെയ്യാൻ കാരണം. ആ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ. ആ സസ്പെൻസ് അക്കൗണ്ടിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ക്ലോസ് ചെയ്യുന്നത് ടു ബാലൻസ്. ഓക്കെ. ടു ബാലൻസ്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഡെബിറ്റ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് അല്ല, സോറി ക്ഷമിക്കണം. ഡെബിറ്റ് ബാലൻസ് ഓപ്പണിംഗ് സൈഡിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ
എന്ത് ചെയ്തത് ഈ സസ്പെൻസ് അക്കൗണ്ട് വരയ്ക്കാൻ കാരണം, അങ്ങനെ ഈ സസ്പെൻസ് അക്കൗണ്ട് വരച്ച് ആ റെക്ടിഫിക്കേഷനിലൂടെ സസ്പെൻസ് അക്കൗണ്ടിനെ എലിമിനേറ്റ് ചെയ്യാൻ കാരണം. ഓക്കെ ആണല്ലോ? അറിയോ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണ്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം